കേരളത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പറയുമല്ലോ, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് പറയുമ്പോൾ ഒരു സ്ഥലം കാണാൻ പോകണം എന്ന് സജസ്റ്റ് ചെയ്യണേ, ലോകത്തെ പല സ്ഥലങ്ങളും നമ്മുടെ അടുത്ത് കാണാൻ പോകണമെന്ന് സജസ്റ്റ് ചെയ്യണല്ലോ, ഒരു സ്ഥലം കാണാൻ പോകണമെന്ന് സജസ്റ്റ് ചെയ്യണമെങ്കിൽ ഏതായിരിക്കും ആ സ്ഥലം? ഞാൻ ഇതേ ചോദ്യം എന്നോട് ഒരു 20 കൊല്ലം മുമ്പ് ചോദിച്ചിരുന്നെങ്കിൽ പറയുമായിരുന്ന സ്ഥലമായിരിക്കില്ല ഓരോ വർഷം കഴിയുമ്പോഴും എന്നോട് ചോദിച്ചാൽ പറയുക. കാരണം ഓരോ യാത്രയും കഴിയുമ്പോൾ സത്യം പറയട്ടെ, അതൊക്കെ നമ്മളെക്കാൾ ഭേദമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ യാത്രയും കഴിയുമ്പോൾ എനിക്ക് ഈ നാട് പോലെ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ നാടൊന്ന് നമ്മുടെ ആളുകൾ കണ്ടിരുന്നെങ്കിൽ എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ ഞാൻ പലപ്പോഴും പറയും, നമ്മുടെ കേരളത്തിൻ്റെതായ ചില ചിന്താ രീതികൾ അല്ലെങ്കിൽ ചില ഐഡിയോളജികളൊക്കെ ഒരു കാലത്തുണ്ടായിരിക്കുകയും എന്നാൽ ഇന്ന് ലോകത്തെ പിടിച്ചു നിർത്താൻ കരുത്താർജിക്കുകയും ചെയ്ത ഒരു രാജ്യമുണ്ട്, ചൈന. ഞാൻ പറയുന്നു, നമ്മൾ ചൈനയൊന്ന് പോയി കാണണം. നമ്മൾ ഈ പറയുന്ന സംഭവമൊന്നുമല്ല ചൈന. ചൈനയുടെ ഉള്ളിലേക്ക്, ചൈനയുടെ നഗരങ്ങളിലേക്ക്, ഗ്രാമങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോൾ നൂതനമായ ആശയങ്ങളും വ്യക്തമായ വിഷനും അതിഗംഭീരമായ സ്വപ്നങ്ങളുമായിട്ട് കുതിക്കുന്നൊരു രാജ്യമാണ്. ഒരു സംശയം വേണ്ട, അടുത്ത ഏതാനും വർഷങ്ങൾ കൊണ്ട് അമേരിക്കയൊക്കെ ഇവർ മറികടക്കും. കാരണം അമേരിക്കയിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ കൂടി അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചൈനയൊന്ന് കണ്ടിരിക്കേണ്ടത് നല്ലതാണ് നമ്മുടെ മലയാളി പ്രേക്ഷകർ എന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിനകത്തല്ലെങ്കിലും ചൈനയിൽ പോയി കണ്ടുകഴിഞ്ഞാൽ നല്ലതായിരിക്കും.